ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. 2026 പീഡാസഹന വാരത്തിലെ ബുധനാഴ്ച പ്രഭാതത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത, നമ്മുടെ കർത്താവ് കുരിശും ചുമന്നുകൊണ്ട് ഗോകുൽത്തായിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ വെച്ച് പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടുന്ന ഒരു പ്രധാനപ്പെട്ട സങ്കടകരമായ ഒരു കാഴ്ചയാണ്. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന കടല് പോലുള്ള രക്തക്കണ്ണുനീരുള്ള 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും നമ്മുടെ കർത്താവും സംസാരിക്കുന്നില്ല. യേശുവിൻ്റെ വേദന അമ്മയുടെ ഹൃദയം തകർത്തു. അമ്മയുടെ വേദനകൾ നമ്മുടെ കർത്താവിൻ്റെ ദുഃഖം വർദ്ധിപ്പിച്ചു. പരിശുദ്ധ അമ്മ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് 40-ാം ദിവസം നമ്മുടെ കർത്താവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം. ഒരു വചനം നമുക്ക് ചേർന്ന് ധ്യാനിക്കാം. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കുമെന്ന് അന്ന് ശിമയോൻ പറഞ്ഞത് പരിശുദ്ധമ്മ ഓർത്തെടുത്തു. നമുക്കും ഈ സമയത്ത് തിരുവചനങ്ങളെ ആഴത്തിൽ ഹൃദയത്തിലേക്ക് പതിപ്പിക്കാം. ഒരു വചനം കൂടി നമുക്ക് ചേർന്ന് വായിക്കാം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ദൈവമക്കളെ, ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ നമ്മുടെ മശിഹാ തമ്പുരാൻ സഹനത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിൻ്റെ മാതൃക നമ്മളെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും സങ്കടത്തിന് കാരണം നമ്മുടെ പാപങ്ങൾ തന്നെയല്ലേ? ഒന്ന് ഓർത്തു നോക്കൂ ദൈവമക്കളെ. അവയെല്ലാം പരിഹരിക്കുവാൻ തിരുകുടുംബത്തിൻ്റെ മധ്യസ്ഥം തേടാം. ദൈവമക്കളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ ചെമ്മരിയാടിനെ പോലെ അവൻ മൗനം പാലിച്ചു. ആർക്കു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. അവൻ നഗ്നനായി തൂക്കപ്പെട്ടത്, ഉഴവുചാല് പോലെ കീറിമുറിയപ്പെട്ടത് നമുക്ക് വേണ്ടിയിട്ടാണ്. ആ തിരുരക്തത്താൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഗോത്രത്തെയും വംശത്തെയും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും കഴുകി ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുവാൻ തിരുകുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, കുരിശിൽ ഒഴുകിയിറങ്ങിയ രക്തത്തിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ഛൻ.